അമ്മേ ഞാൻ പെണ്ണായി. ഇതില് കണ്ട നോക്കി. എന്താ മോനെ ഇത്? ഇതാരാ വന്നിരിക്കുന്ന നോക്കി? ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേന്ന് വിളിക്കാം. ആട്ടുകല്ലേ ഉണ്ണി. അമ്മൂന്റെ അമ്മയാടാ. അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാള് കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടാ? ഉണ്ടോ? നിക്കണ അയാള് കണ്ടാ കണ്ടാടി. ഉണ്ണിക്കുട്ടാ, മോനെ ഉണ്ണിക്കുട്ടാ, ചേച്ചി വന്നടാ. താനാരാ? താനാരാ വിളിക്കണേ? അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? ഇതാ നമ്മുടെ ഉണ്ണി. ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ല ഈ അളിയന്റെ ഒരു തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കാൻ ശരിയാവില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ അളിയൻ. വേണ്ട വേണ്ട, ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാ ഇപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആരാ ഈ വനജ? എന്നാലും എന്റെ മോനെ, നീ മഞ്ചിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണമൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അലിയ, ഞാൻ റെഡി. നമുക്ക് പോവാം. ഓവൻകുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഞങ്ങൾ അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ, നമുക്ക് ഇറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? ഓവൻകുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അലിയ? റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കോട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നെറുകം തന്നെ പൊട്ടിക്കാൻ. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി? ഓ വിളിച്ചോ, വരണേട്ടാ. നീ ഇത്രയും കാലം ദുബായിലായിരുന്നുള്ള ദുബായിൽ കഴിഞ്ഞ ഫ്ലൈറ്റിനല്ലേ ലാൻഡ് ചെയ്തത്. അളിയാ ഹായ്. അളിയന്റെ കണ്ണെന്താ ബുൾസൈ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജ കഞ്ഞിയായില്ലേ? എന്താവാനാ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. ഇതാ എന്റെ വീട്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല. ആരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ? നോക്കണേ. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ലാട്ടാ.
സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ഉച്ചക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി ഇതെവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ മാഷേ ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അവനൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉണ്ണിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ ഉണ്ണേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അതിന് കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണ ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ് നൂഡിൽസ്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ അട്ട വരത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. മാറ് അച്ഛൻ പോടാ. സാറേ സാറേ കല്യാണം സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ സാറേ സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്. ഇപ്പൊ എന്താ എളിയാ? ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് ലസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ ലസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്റ്റ് ചെയ്ത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. അവിടെ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വലിച്ചിട്ടാ. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ.
വേണമെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു. അമ്മൂന് കൊടുക്കൂ. ഓ മോനെ ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ. വാ ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ. കത്ത് മേടിക്കാനേ. ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനേ കത്ത്. ഇങ്ങോട്ട് മേടിക്കും. ആ മേടിച്ചോ? മേടിക്കാനകത്ത് അങ്ങനെ. അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടിയില്ലോ. ഓടപെട്ടെ, ഞാൻ എന്റെ മൊയിലാളിയാ. മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ നിക്ക്. 2 മുഴം എടുത്തോ. ഞാൻ വെക്കാം. ഹായ്, വൃത്തിയായിട്ട മണം. കല്യാണം കഴിഞ്ഞ എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില്ല. വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. കളഞ്ഞു. കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? വാലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കുറ്റിട്ടിട്ട് പാന്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട. പാന്റ് മുഴുവൻ അഴിച്ചോ, മുഴുവൻ അഴിച്ചോ. പാന്റ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട്